friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് സോസ് പാസ്തയാണ്. കുറേ ദിവസമായി ഞാൻ നാടൻ വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് ഡിഫറൻ്റ് ആയിട്ട് ഒരു ഇറ്റാലിയൻ റെസിപ്പി ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഞാൻ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഇവിടെ ഞാനൊരു 300 ഗ്രാം വൈറ്റ് പാസ്തയാണ് 300 ഗ്രാം പാസ്തയാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പെനെ പാസ്തയാണ്. ഇത് നമുക്ക് മാർക്കറ്റിൽ കുറേ ടൈപ്പ് പാസ്ത കിട്ടും. ലസാനിയ, മാക്രോണി ഒക്കെ ഈസിലി അവൈലബിൾ ആയിട്ടാണ്. ബട്ട് കുറച്ചുകൂടെ നല്ലത് പെനെ പാസ്തയാണ്. പെനെ പാസ്തയിൽ തന്നെ ഡെറം വീറ്റ് അങ്ങനെ വരുന്ന ഒന്നുണ്ട്. അങ്ങനെ നമ്മൾ പാസ്ത മേടിക്കുമ്പോൾ ഈ ഡെറം വീറ്റ് എന്നുള്ളത് വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പ്രോട്ടീനും ഫൈബറും കൂടിയതാണ്. കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള പാസ്തയാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. പാസ്ത കുക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 ഭാഗം ഇതുപോലുള്ളൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഒലീവ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാസ്തയൊക്കെ നമ്മൾ മാക്സിമം ഒലീവ് ഓയിലാണ് ചെയ്യുന്നത്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് വെള്ളം തിളച്ച് വരട്ടെ. അപ്പം നമുക്ക് ഈ പാസ്ത ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഉപ്പ് കുറവായിരുന്നു. ഞാൻ 1 ടീസ്പൂണും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ ഞാൻ ഈ പാസ്ത ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് കുക്കാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പാസ്ത ഒന്ന് വെന്തോന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാസ്ത എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ 2 കഷ്ണം ആവുന്നുണ്ട്. അതിനർത്ഥം പാസ്ത വെന്തു എന്നാണ്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് ഓവർ കുക്ക് ആവണ്ട പാസ്ത. ഒരു 90% വെന്താൽ മതി. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റാം. പാസ്ത ഞാനിവിടെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള വെജിറ്റബിൾസ് കുക്ക് ചെയ്യാം. ഞാനിവിടെ വൈറ്റ് സോസ് പാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് ഒരു ക്യാരറ്റും കുറച്ച് ബീൻസ്, ഒരു ചെറിയ ക്യാപ്സിക്കം, അത് യെല്ലോ കളറുള്ള മഞ്ഞ കളറും എടുത്തിട്ടുണ്ട്, പച്ച 2 നിറത്തിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പിന്നെ കുറച്ച് ഗാർലിക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതിനകത്ത് ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടറും നമുക്കിത് ചെയ്യാൻ പറ്റും. പക്ഷേ കോക്കനട്ട് ഓയിലൊന്നും ഒരിക്കലും ചെയ്യരുത് ഇറ്റാലിയൻ റെസിപ്പീസ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിനകത്തോട്ട് ചേർക്കാം. ഗ്രീൻ പീസ്, ബ്രൊക്കോളി, മഷ്റൂം, നിങ്ങളുടെ കയ്യിൽ എന്ത് വെജിറ്റബിൾസ് ആണോ ഉള്ളത് അത് നമുക്ക് ഇതിനകത്തോട്ട് യൂസ് ചെയ്യാം. അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന വെജിറ്റബിൾസ് യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ വെജിറ്റബിൾസ് ചൂടാക്കുമ്പോൾ ഇതിലെപ്പോഴും ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ജസ്റ്റ് ഓരോ മിനിറ്റ് വെച്ചിട്ട് വേവിച്ചാൽ മതി. ഫസ്റ്റ് ഞാൻ ഗാർലിക് ഇട്ട് കൊടുക്കുകയാണ്. ഗാർലിക് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഗാർലിക് ബ്രൗൺ കളർ ആവാനൊന്നും നിൽക്കണ്ട. അപ്പോഴത്തേക്ക് ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്, ബീൻസും. ഇതൊരു 1 മിനിറ്റ് കുക്ക് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഇതിപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് ക്യാപ്സിക്കം ചേർക്കുകയാണ്. അതിനകത്തോട്ടൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്.
ഓൾറെഡി നമ്മൾ പാസ്തയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഉപ്പിടും. അതുകൊണ്ട് ഒരുപാട് ഉപ്പിടണ്ട. കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വേണ്ട, ഒരു 1/4 ടീസ്പൂൺ മതി. എന്നിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടെ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിപ്പോൾ ഓവർ കുക്കൊന്നും ആയിട്ടില്ല, ജസ്റ്റ് കുക്കായിട്ടേ ഉള്ളൂ. ഇങ്ങനെയാണ് വെജിറ്റബിൾസ് നമ്മൾ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കുമ്പോൾ എടുക്കേണ്ടത്. വൈറ്റ് സോസ് പാസ്ത അല്ല, ഏത് പാസ്തയ്ക്കും നമ്മൾ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. വൈറ്റ് സോസ് പാസ്തയ്ക്കുള്ള പാസ്ത റെഡിയാക്കി, വെജിറ്റബിൾസ് റെഡിയാക്കി. ഇനി നമുക്ക് ഇതിനുള്ള വൈറ്റ് സോസ് റെഡിയാക്കാം. വൈറ്റ് സോസ് എപ്പോഴും നമ്മൾ ലാസ്റ്റ് റെഡിയാക്കിയാൽ മതി. കാരണം ആദ്യം തന്നെ സോസ് റെഡിയാക്കിയാൽ സോസ് തണുത്തു, അപ്പോൾ പാസ്ത കഴിക്കുമ്പോൾ രസം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് സോസ് എപ്പോഴും ലാസ്റ്റ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. അതൊരു ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ഉണ്ടാവും. പിന്നെ 2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട് ഞാൻ. അതിനകത്ത് ലോ ഫ്ലെയിമിലാണ് നമ്മൾ വെക്കേണ്ടത് എപ്പോഴും. ഞാൻ ഈ ബട്ടർ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുന്നൂറ് ഗ്രാം പാസ്ത ഉണ്ട്. അതുകൊണ്ട് ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് എടുത്തു വെച്ചിരിക്കുന്ന മൈദ ഇടുകയാണ്. നമ്മൾ എപ്പോഴും ഇത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം കേട്ടോ. ഒരിക്കലും ഗ്യാസ് ഫ്ലെയിം ഹൈ ആക്കാൻ പാടില്ല. ഈ ബട്ടറിൽ ഈ മൈദ നന്നായിട്ട് കുക്കായിട്ട് വരണം. മൈദയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, നിർത്താൻ പാടില്ല. കാരണം അത് അടിക്ക് പിടിക്കും. പിന്നെ എപ്പോഴും ലോ ഫ്ലെയിമിലാക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു വിസ്ക് വെച്ചിട്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇത് നമ്മളിങ്ങനെ കുറച്ച് പാലൊഴിച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ കട്ടയാവില്ല. നമ്മൾ എല്ലാ പാലും കൂടി ഒരുമിച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കട്ടയായി പോകും. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് ഇതിങ്ങനെ കുറച്ച് പാലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ്. വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒരു വര വരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വര ഇങ്ങനെ തിരിച്ചു വരില്ല. കണ്ടോ, ഇത് ഈ സ്പൂണിൽ തന്നെ ഇങ്ങനെ പറ്റി നിൽക്കും. എന്നിട്ട് ഇങ്ങനെ ഒരു വര പറഞ്ഞാൽ അതങ്ങനെ തന്നെ നിൽക്കും. അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് റെഡിയായി. ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറ്റാലിയൻ റെസിപ്പി ആയതുകൊണ്ട് ഇതിനകത്ത് ഒറിഗാനോ ഹെർബ്സ് ഒക്കെ ചേർക്കാം. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അങ്ങനെ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡിയായി. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് വൈറ്റ് പെപ്പറും ചേർക്കാം. വൈറ്റ് പെപ്പർ ചേർത്താൽ നല്ല വൈറ്റ് ആയിട്ട് തന്നെ കളർ ഇരിക്കുക. ഇപ്പോൾ എൻ്റെ സോസ് ഈ കളർ കാരണം ഞാൻ ബ്ലാക്ക് പെപ്പറാണ് ഇട്ടത്. പിന്നെ ചില്ലി ഫ്ലേക്സ് കുറച്ച് അധികം ഇട്ടു. എനിക്ക് കുറച്ച് സ്പൈസി ആയിട്ടാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് പെപ്പറും ചില്ലി ഫ്ലേക്സും. ഇനി ഞാനിതിവിടെ ഓഫ് ചെയ്യാണ്. ഞാൻ ഇതിനകത്തോട്ട് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വെജിറ്റബിൾസ്. ഇതിനകത്തോട്ട് ഞാൻ ആ പാസ്തയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാനാണ്, അതായത് കഴിക്കാനാണ് ടേസ്റ്റ്. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാല് ചൂടാക്കിയിട്ട് വൈറ്റ് സോസിലോട്ട് ആഡ് ചെയ്തിട്ട് ചൂടാക്കിയിട്ട് കഴിച്ചാൽ മതി. ഇതൊരു സെർവിങ് ബോളിലോട്ട് മാറ്റാം.
അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ്, കമൻറ്റ് ആൻഡ് ഷെയർ മൈ വീഡിയോസ്. താങ്ക് യു എവരി വൺ.